Good morning to all of you. നമുക്കിത് സോഷ്യൽ സ്റ്റഡീസ് പഠിക്കാം. കഴിഞ്ഞ സോഷ്യൽ സ്റ്റഡീസ് ക്ലാസ് നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? നമ്മൾ വേൾഡ് വാറിനെ കുറിച്ചായിരുന്നു പഠിച്ചത് അല്ലേ? ദ ബർത്ത് ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ് എന്ന ചാപ്റ്ററിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദ വേൾഡ് വാറിനെ കുറിച്ചാണ് പഠിച്ചതല്ലേ? ഇന്ന് നമുക്ക് ദ ഫോർമേഷൻ ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ് പഠിക്കാം. ഇന്ന് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? The formation of the United Nations. The formation of the United Nations ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. After the World War II, the leader of the world realized that war were not a solution to any problem. They should be avoided at any cost. They felt that an organization should be formed to stop such a war in future. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തുള്ള നേതാക്കൾ എല്ലാവരും മനസ്സിലാക്കി. എന്താണ് മനസ്സിലാക്കിയത്? യുദ്ധം എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു മാർഗമല്ല. ആഫ്റ്റർ ദി വേൾഡ് വാർ സെക്കൻഡ്, the leader of the world realized that wars were not a solution to any problem. ഏതൊരു പ്രശ്നത്തിന്റെയും ഏതൊരു പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ഒരു മാർഗമല്ല യുദ്ധമെന്ന് ലോക നേതാക്കൾ എല്ലാവരും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മനസ്സിലാക്കി. After the World War II, the leader of the world realized that wars were not a solution to any problem. എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു മാർഗമൊന്നുമല്ല യുദ്ധമെന്ന് രണ്ടാം ലോക മഹായുദ്ധാനന്തരം ലോക നേതാക്കളെല്ലാം തന്നെ മനസ്സിലാക്കി. They should be avoided at any cost. അവരെന്താണ് ശ്രമിച്ചത്? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇനിയൊരു യുദ്ധം ഉണ്ടാവാതിരിക്കാൻ എന്ത് വില കൊടുത്തും ഇനിയൊരു യുദ്ധം ഉണ്ടാകാൻ പാടില്ലെന്ന് ഈ ലോക നേതാക്കളൊക്കെ തന്നെ തീരുമാനിച്ചു. They felt that an organization should be formed to stop such war in future. അതുകൊണ്ട് തന്നെ ഒരു സംഘടന രൂപീകരിക്കണം. ഇതിനു വേണ്ടി ഒരു സംഘടന രൂപീകരിക്കുന്നത് ഈ ലോക മഹായുദ്ധം ഉണ്ടാവുന്നത് ഒഴിവാക്കാനായിട്ട് ഒരു സംഘടന രൂപീകരിക്കണമെന്ന് ഈ നേതാക്കളെല്ലാം തന്നെ തീരുമാനിച്ചു. After the World War II, the leader of the world realized that wars were not a solution to any problem. ഏതൊരു പ്രശ്നവും പരിഹരിക്കാനുള്ള ഒരു മാർഗമല്ല യുദ്ധമെന്ന് ലോക നേതാക്കളെല്ലാം തന്നെ രണ്ടാം ലോക മഹായുദ്ധാനന്തരം തിരിച്ചറിഞ്ഞു. They should be avoided at any cost. ഈ യുദ്ധങ്ങൾ എന്ത് വില കൊടുത്തും ഒഴിവാക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. They felt that an organization should be formed to stop such war in future. ഭാവിയിൽ ഇങ്ങനെ യുദ്ധം ഉണ്ടാകുന്നത് ഒഴിവാക്കാനായിട്ട് തടയാനായിട്ട് ഒരു സംഘടന രൂപീകരിക്കാമെന്ന് അവര് തീരുമാനിച്ചു. As a result of their effort, the United Nations was formed. ഇതിന്റെ ഫലമായിട്ടാണ് എന്താണ് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചത്. After the World War II, the leader of the world realized that war were not a solution to any problem. എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു മാർഗമല്ല യുദ്ധമെന്ന് രണ്ടാം ലോക മഹായുദ്ധാനന്തരം ലോക നേതാക്കളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞു. They should be avoided at any cost. They felt that an organization should be formed to stop such war in future. As a result of their effort, the United Nations was formed. അതുകൊണ്ട് തന്നെ അവരെ യുദ്ധം എന്ത് വില കൊടുത്തും യുദ്ധം ഒഴിവാക്കണമെന്ന് തീരുമാനിക്കുകയും അതിനായിട്ട് ഒരു സംഘടന രൂപീകരിക്കണം. ഭാവിയിൽ യുദ്ധം ഉണ്ടാകുന്നത് തടയാനായിട്ട് ഒരു സംഘടന രൂപീകരിക്കണമെന്ന് ഈ ലോക നേതാക്കളൊക്കെ തന്നെ തീരുമാനിച്ചു. അതിന്റെ ഫലമായിട്ടാണ് യുണൈറ്റഡ് നേഷൻ അതായത് ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ചത്. The delegates from 51 countries met in San Francisco in April 1945. The delegates from 51 countries met in San Francisco in April 1945. 51 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ 1945 ഏപ്രിലിൽ സാൻ ഫ്രാൻസിസ്കോയിൽ യോഗം ചേർന്നു.
The delegates from 51 countries met in San Francisco in April 1945. 1945 ഏപ്രിലിൽ സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് 51 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഒരു യോഗം ചേർന്നു. ഇന്ത്യ വാസ് വൺ ഓഫ് ദം. അതിലൊരു രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. This conference prepared a charter of the United Nations. ഈ ഒരു സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ വെച്ചാണ് യുണൈറ്റഡ് നേഷന് വേണ്ടി ഒരു ചാർട്ടർ രൂപീകരിച്ചത്. എന്താണ് രൂപീകരിച്ചത്? ചാർട്ടർ. എന്താണ്? ചാർട്ടർ രൂപീകരിച്ചു. എന്താണ്? യുഎൻഒയ്ക്ക് വേണ്ടി ഈ സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ വെച്ച് ഇത് രൂപീകരിച്ചു. യുഎൻഒയ്ക്ക് വേണ്ടി ഒരു ചാർട്ടർ രൂപീകരിച്ചു. എന്താണ്? ചാർട്ടർ. യുഎൻഒയ്ക്ക് വേണ്ടി എന്ത് രൂപീകരിച്ചു? ഒരു ചാർട്ടർ രൂപീകരിച്ചു. The UN came into being on 24th of October 1945. The UN came into being on 24th of October 1945. 1945 ഒക്ടോബർ 24 അങ്ങനെ ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നു. എന്നാണ് ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത്? 1945 ഒക്ടോബർ 24th. എന്നാണ്? 1945 ഒക്ടോബർ 24th. The UN came into force. എന്നാണ്? 1945 ഒക്ടോബർ 24th. October 24 is celebrated as the United Nations Day. അങ്ങനെ ഈ ഒക്ടോബർ 24 എന്തായിട്ടാണ് ആചരിക്കുന്നത്? ഐക്യരാഷ്ട്ര സഭാ ദിനമായിട്ട് ആചരിക്കുന്നു. ഇതാണ് ഒക്ടോബർ 24 യുണൈറ്റഡ് നേഷൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നു. October 24 is celebrated as the United Nations Day all over the world. ലോകമെമ്പാടും ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര ദിനമായിട്ട് ആചരിക്കുന്നു. Any peace-loving country can get a membership in the UN if she is willing to accept its objectives and principles. Any peace-loving country can get a membership in UN if she is willing to accept its objectives and principles. യുഎൻഒയുടെ ലക്ഷ്യങ്ങളും അതുപോലെ തത്വങ്ങളും അംഗീകരിക്കുന്ന ഏതൊരു സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യത്തിനും യുഎന്നിൽ അംഗമാവാൻ പറ്റും. എങ്ങനെയുള്ളവർക്കാണ് യുഎൻ മെമ്പർഷിപ്പ് നൽകുക? ഇതാണ് യുഎൻഒയുടെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങളും അതുപോലെ പ്രിൻസിപ്പിൾസ്, തത്വങ്ങളും അംഗീകരിക്കുന്ന ഏതൊരു സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യത്തിനും യുഎന്നിൽ മെമ്പർഷിപ്പ് കിട്ടും. The United Nations has its own flag. United Nations സ്വന്തമായിട്ട് പതാകയുണ്ട്. It is blue with the UN emblem on its in white. There are two olive branches embracing the globe in the emblem. എന്താണ്? യുഎൻഒയ്ക്ക് സ്വന്തമായിട്ട് പതാകയുണ്ട്. അത് നീല നിറത്തിൽ യുഎൻഒയുടെ എംബ്ലം വെളുത്ത നിറത്തിൽ ഭൂഗോളത്തെ ആലിംഗനം ചെയ്യുന്ന രണ്ട് ഒലീവ് ബ്രാഞ്ചസ് ആണുള്ളത്. രണ്ട് ഒലീവ് ശാഖകളാണ് യുഎൻഒയുടെ എംബ്ലത്തിൽ ഉള്ളത്. The United Nations has its own flag. It is blue with the UN emblem on it in white. There are two olive branches embracing the globe in the emblem. എന്താണ്? യുഎൻഒയ്ക്ക് സ്വന്തമായിട്ട് പതാകയുണ്ട്. അത് നീല നിറത്തില് യുഎന്റെ എംബ്ലം വെളുത്ത നിറത്തില് ഭൂഗോളത്തെ ആലിംഗനം ചെയ്യുന്ന രീതിയിൽ രണ്ട് ഒലീവ് ഇലകളുടെ ബ്രാഞ്ച്, രണ്ട് ഒലീവ് ബ്രാഞ്ചാണ്, ശാഖകളാണ് ആ ഒരു എംബ്ലത്തില് ഉള്ളത്. ഇനി നമുക്ക് ഈ യുണൈറ്റഡ് നേഷന്റെ ഐക്യരാഷ്ട്രസഭയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാം. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ്. എന്താണ്? ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഐക്യരാഷ്ട്രസഭയ്ക്ക് പ്രധാനമായിട്ട് 5 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. എത്ര ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്? 5 ഒബ്ജക്റ്റീവ്സ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ നോക്കിക്കേ. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ്. ഫസ്റ്റ് വൺ നോക്കിക്കേ. ടു മെയിൻറ്റെയിൻ ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. ടു മെയിൻറ്റെയിൻ ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. എന്താണ്? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തുക. അപ്പം യുഎൻഒയുടെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? യുഎൻഒയുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്?
ടു മെയിൻറ്റെയിൻ ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. അന്താരാഷ്ട്ര സമാധാനം അതുപോലെ സുരക്ഷിതത്വം മെയിൻറ്റെയിൻ ചെയ്യുക, നിലനിർത്തുകയാണ് യുഎൻഒയുടെ ലക്ഷ്യം. സെക്കൻഡ് വൺ നോക്കിക്കേ. To promote friendly relationship and cooperation among the nation of the world. To promote friendly relationship and cooperation among the nation of the world. ലോക രാഷ്ട്രങ്ങൾക്കിടയിലെല്ലാം തന്നെ എന്താണ് ഒരു സൗഹൃദ ബന്ധവും അതുപോലെ സഹകരണവും ഉണ്ടാക്കിയാണ് യുഎൻഒയുടെ ലക്ഷ്യം. എന്താണ് ലോക രാജ്യങ്ങൾക്കിടയിൽ എന്താണ് സൗഹൃദവും സഹകരണവും പ്രമോട്ട് ചെയ്യുകയാണ് യുഎൻഒയുടെ ലക്ഷ്യം. To promote friendly relationship and cooperation among the nation of the world. ലോക രാജ്യങ്ങൾക്കിടയിൽ ഒരു സഹകരണവും സൗഹൃദ ബന്ധവും പ്രമോട്ട് ചെയ്യുകയാണ് യുഎൻഒയുടെ ലക്ഷ്യം. തേർഡ് പോയിന്റ് നോക്കിക്കേ. To solve social, economic, cultural and human problems. To solve social, economic, cultural and human problems. എന്താണ് സാമൂഹികോ സാമ്പത്തികോ സാംസ്കാരികോ മനുഷ്യർക്കുള്ള പ്രശ്നങ്ങൾ മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കും സോൾവ് ചെയ്യുകയാണ് യുഎൻഒയുടെ ലക്ഷ്യം. ടു സോൾവ് സോഷ്യൽ, എക്കണോമിക്, കൾച്ചറൽ ആൻഡ് ഹ്യൂമൻ പ്രോബ്ലംസ്. മനുഷ്യൻ നേരിടുന്ന സാമൂഹികോ അതുപോലെ സാമ്പത്തികോ സാംസ്കാരികമായ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുകയാണ് യുഎൻഒയുടെ ലക്ഷ്യം. ഫോർത്ത് പോയിന്റ് നോക്കിക്കേ. To protect human rights and basic freedom all over the world. To protect human rights and basic freedom all over the world. എന്താണ് മനുഷ്യാവകാശവും അതുപോലെ അടിസ്ഥാന സ്വാതന്ത്ര്യം ലോകമെമ്പാടും പ്രൊട്ടക്ട് ചെയ്യുകയാണ് യുഎൻഒയുടെ ലക്ഷ്യം. എന്താണ് to protect human rights and basic freedom all over the world. ലോകമെമ്പാടും അടിസ്ഥാന സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ മനുഷ്യാവകാശവും സംരക്ഷിച്ചു നിലനിർത്തുകയാണ് യുഎൻഒയുടെ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം, യുണൈറ്റഡ് നേഷന്റെ ലക്ഷ്യം. ഫിഫ്ത് പോയിന്റ് നോക്കിക്കേ. To solve problem based on race, religion, caste, language and sex among the people. എന്താണ് ടു സോൾവ് പ്രോബ്ലം ബേസ്ഡ് ഓൺ റേസ്, റിലീജിയൻ, കാസ്റ്റ്, ലാംഗ്വേജ് ആൻഡ് സെക്സ് എമംഗ് ദി പീപ്പിൾ. ജനങ്ങൾക്കിടയിൽ ജാതിയുടെയോ അല്ലെങ്കിൽ മതത്തിന്റെയോ വംശത്തിന്റെയോ അതുമല്ലെങ്കിൽ ലിംഗത്തിന്റെയോ അല്ലെങ്കിൽ ഭാഷയുടെ പേരിലുള്ള പ്രശ്നങ്ങൾ എല്ലാം തന്നെ സോൾവ് ചെയ്യുകയാണ് യുഎൻഒയുടെ ലക്ഷ്യം. To solve problems based on race, religion, caste, language and sex among the people. ജനങ്ങൾക്കിടയിലുള്ള ലിംഗം അതുപോലെ ഭാഷ, ജാതി, മതം അതുപോലെ വംശം എന്നിവയുടെ പേരിലുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം. എന്താണ് അപ്പം ഐക്യരാഷ്ട്രസഭയുടെ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്? നമ്മൾ 5 ഒബ്ജക്റ്റീവ്സ് ആണ് ഐക്യരാഷ്ട്രസഭയുടേത് പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? എല്ലാവരും ഒന്ന് പറഞ്ഞേ 5 ഒബ്ജക്റ്റീവ്സ്. നമുക്കൊന്നും കൂടി എല്ലാവർക്കും കൂടി ഒന്ന് പറയാം. ഫസ്റ്റ് എന്തായിരുന്നു? ടു മെയിൻറ്റെയിൻ ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. അന്താരാഷ്ട്ര സമാധാനം അതുപോലെ സുരക്ഷിതത്വം നിലനിർത്തുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം. സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? എല്ലാവരും പറഞ്ഞേ സെക്കൻഡ് പോയിന്റ് എന്താണെന്ന്? To promote friendly relationship and cooperation among the nation of the world. ലോക രാജ്യങ്ങൾക്കിടയിൽ സൗഹൃദ ബന്ധവും അതുപോലെ സഹകരണവും എന്താണ് പ്രമോട്ട് ചെയ്യുകയാണ് യുഎൻഒയുടെ ലക്ഷ്യം, ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം, യുണൈറ്റഡ് നേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. തേർഡ് പോയിന്റ് നോക്കിക്കേ. To solve social, economic, cultural and human problems. അപ്പം യുണൈറ്റഡ് നേഷന്റെ മൂന്നാമത്തെ ലക്ഷ്യം എന്താണ്? സാമൂഹികവും അതുപോലെ സാമ്പത്തികവും സാംസ്കാരികവുമായിട്ട് മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ സോൾവ് ചെയ്യുകയാണ് യുണൈറ്റഡ് നേഷന്റെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്. ഫോർത്ത് പോയിന്റ് നോക്കിക്കേ. To protect human rights and basic freedom all over the world. ലോകമെമ്പാടും അടിസ്ഥാന സ്വാതന്ത്ര്യവും അതുപോലെ മനുഷ്യാവകാശവും സംരക്ഷിക്കുകയാണ് യുണൈറ്റഡ് നേഷന്റെ ലക്ഷ്യം.
ഫിഫ്ത്ത് പോയിന്റ് നോക്കിക്കേ. To solve problems based on race, religion, caste, language and sex among the people. ജനങ്ങൾക്കിടയിലുള്ള ജാതിയുടെയും മതത്തിന്റെയും വംശത്തിന്റെയും അതുപോലെ ലിംഗത്തിന്റെയും ഒക്കെ പേരിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുകയാണ് യുഎന്നിന്റെ ലക്ഷ്യം. To achieve these objectives, the United Nations issued a Declaration of Rights for Human Beings. It is called the Declaration of Human Rights. To achieve these objectives, the United Nations issued a Declaration of Rights for Human Beings. It is called the Declaration of Human Rights. യുണൈറ്റഡ് നേഷന്റെ ഈ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി യുണൈറ്റഡ് നേഷൻ എന്ത് ചെയ്ത് മനുഷ്യന് വേണ്ടി മനുഷ്യന് കുറച്ച് അവകാശങ്ങളൊക്കെ പ്രഖ്യാപിച്ചു. ഈ ഒരു പ്രഖ്യാപനം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നു. എന്താണ് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്? എന്താണ് ഡിക്ലറേഷൻ ഓഫ് human rights. To achieve these objectives, the United Nations issued a Declaration of Rights for Human Beings. It is called the Declaration of Human Rights. യുണൈറ്റഡ് നേഷന്റെ ഈ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി മനുഷ്യർക്ക് ചില അവകാശങ്ങൾ യുണൈറ്റഡ് നേഷൻ പ്രഖ്യാപിച്ചു. ഈ ഒരു ഡിക്ലറേഷൻ പറയുന്നത് എന്താണ്? ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. It was adopted on 10th of December 1948. That is why 10th of December is celebrated as the Human Rights Day. It was adopted on 10th of December 1948. That is why 10th of December is celebrated as Human Rights Day. ഈ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം യുഎൻഒ അഡോപ്റ്റ് ചെയ്തെന്നാണ് യുണൈറ്റഡ് നേഷൻ അഡോപ്റ്റ് ചെയ്തത് 1948 ഡിസംബർ 10-നാണ്. എന്നാണ് 1948 ഡിസംബർ 10. എന്നാണ് 1948 ഡിസംബർ 10-നാണ് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് യുണൈറ്റഡ് നേഷൻ യുഎൻഒ അഡോപ്റ്റ് ചെയ്തത്. എന്നാണ് 1948 ഡിസംബർ 10. എന്നാണ് 1948 ഡിസംബർ 10. അപ്പം മനുഷ്യാവകാശ പ്രഖ്യാപനം ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അഡോപ്റ്റ് ചെയ്തത് എന്നാണ് 1948 ഡിസംബർ 10. That is why 10th of December is celebrated as the Human Rights Day. അതുകൊണ്ട് തന്നെ 1948 ഡിസംബർ 10-ന് ഈ ഒരു ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അഡോപ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഡിസംബർ 10 എന്തായിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്? ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. അതാണ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ എന്നാണ്. അപ്പം ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം എന്നാണ് ഡിസംബർ 10. Some of the important rights in this declaration are. Some of the important rights in this declaration are. Some of the important rights in this declaration are. ഈ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ പ്രധാനപ്പെട്ട അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പഠിക്കാം. ഫസ്റ്റ് വൺ നോക്കിക്കേ. The right to live as a free citizen of a country. ഇതാണ് ഒരു രാജ്യത്ത് സ്വതന്ത്ര പൗരനായിട്ട് ജീവിക്കാനുള്ള അവകാശം. The right to live as a free citizen of a country. ഒരു രാജ്യത്ത് സ്വതന്ത്ര പൗരനായിട്ട് ജീവിക്കാനുള്ള അവകാശം. ഒരു രാജ്യത്ത് സ്വതന്ത്ര പൗരനായിട്ട് ജീവിക്കാനുള്ള അവകാശം. നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. All people are equal before the law. എല്ലാ ജനങ്ങളും നിയമത്തിന് മുമ്പിൽ തുല്യരാണ്. All people are equal before the law. എല്ലാ ജനങ്ങളും നിയമത്തിന് മുമ്പിൽ തുല്യരാണ്. തേർഡ് പോയിന്റ് നോക്കിക്കേ. The right to education and employment. എന്താണ്? തൊഴിൽ ചെയ്യാനും അതുപോലെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. The right to
എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് ആണ് തൊഴിലിനും അതുപോലെ വിദ്യാഭ്യാസത്തിനുമുള്ള അവകാശം. നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ, ദ റൈറ്റ് ടു ട്രാവൽ എനിവെയർ അക്കോർഡിംഗ് ടു വൺസ് ഓൺ ചോയ്സ്. ഒരാളുടെ സ്വന്തം ചോയ്സിനനുസരിച്ച് ഇന്ത്യയിൽ നമുക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള അവകാശം ആണ് ദ റൈറ്റ് ടു ട്രാവൽ എനിവെയർ അക്കോർഡിംഗ് ടു വൺസ് ഓൺ ചോയ്സ്. ഒരാളുടെ ചോയ്സിനനുസരിച്ച് അയാൾക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള അവകാശം. ഫിഫ്ത് പോയിന്റ് നോക്കിക്കേ, ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് വർഷിപ്പ്. എന്താണ്? ആരാധിക്കാനുള്ള അവകാശം അല്ലേ? ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് വർഷിപ്പ്, ആരാധിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം വേണമല്ലേ? ആ ഒരു അവകാശവും പറയുന്നുണ്ട് എന്തില്? ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷനില്. അടുത്ത പോയിന്റ് നോക്കിക്കേ, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, തുല്യ ജോലിക്ക് തുല്യ വേതനം. അതായത് ഒരേ ജോലിക്ക് ഒരേ വേതനം തന്നെ വേണം, ഒരേ ജോലിക്ക് ഒരേ കൂലി തന്നെയാണ് കിട്ടേണ്ടത്. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, ഒരേ ജോലിക്ക് എന്താണ്? ഒരേ കൂലി തന്നെ കിട്ടണം അല്ലേ? അടുത്ത പോയിന്റ് നോക്കിക്കേ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് റൈറ്റിംഗ്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് റൈറ്റിംഗ് എന്താണ്? എഴുതാനും അതുപോലെ സംസാരിക്കാനുമുള്ള സ്വാതന്ത്ര്യം. അടുത്ത പോയിന്റ് നോക്കിക്കേ, നോ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ റിലീജിയൻ, കാസ്റ്റ് ആൻഡ് സെക്സ്. റിലീജിയന്റെ, മതത്തിന്റെയോ അല്ലെങ്കിൽ ജാതിയുടെയോ അല്ലെങ്കിൽ ലിംഗത്തിന്റെയോ പേരിൽ ഒരു തരത്തിലുള്ള വിവേചനവും പാടില്ല. നയൻത് പോയിന്റ് നോക്കിക്കേ, the right to marry according to his or her wish and set up a family. ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണ്? മാരേജ് ചെയ്യാനുള്ള അവകാശവും ഫാമിലി രൂപപ്പെടുത്താനുള്ള അവകാശവും. the right to marry according to his or her wish and set up a family. ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണ്? മാരേജ് ചെയ്യാനും അതുപോലെ ഫാമിലി രൂപപ്പെടുത്താനുമുള്ള അവകാശം. ഇത്രയും അവകാശങ്ങളാണ് ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷനിൽ പറഞ്ഞിട്ടുള്ളത്. The United Nations has been trying its best to implement these human rights with the help of member countries. അംഗരാജ്യങ്ങളുടെ സഹായത്തോടു കൂടി, മെമ്പർ കൺട്രീസിന്റെ സഹായത്തോടു കൂടി യുണൈറ്റഡ് നേഷൻസ് ഈ റൈറ്റ്സ് ഒക്കെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. Though there were only 51 members in the beginning, today it has nearly 200 members. തുടക്കത്തിൽ യുണൈറ്റഡ് നേഷനിൽ 51 മെമ്പർ കൺട്രീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ എത്രയാണ്? 200 മെമ്പർ കൺട്രീസ് വരെ ഇപ്പോൾ യുണൈറ്റഡ് നേഷനിൽ ഉണ്ട്. The headquarters of the UN is open to public every day of the year, except 25th December and 1st January. യുണൈറ്റഡ് നേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടി എല്ലാ വർഷവും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഡിസംബർ 25-നും അതുപോലെ ജനുവരി 1-നും ഓപ്പൺ ചെയ്തിട്ടില്ല. ബാക്കി എല്ലാ ദിവസവും ഡിസംബർ 25-ഉം ജനുവരി 1-ഉം ഒഴികെ എല്ലാ ദിവസവും യുണൈറ്റഡ് നേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പൊതുജനങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. The United Nations has been trying its best to implement these human rights with the help of member countries. അംഗരാജ്യങ്ങളുടെ സഹായത്തോടു കൂടി, മെമ്പർ കൺട്രീസിന്റെ സഹായത്തോടു കൂടി യുണൈറ്റഡ് നേഷൻസ് ഈ ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ, നടപ്പിലാക്കാൻ ശ്രമിച്ചു. Though there were only 51 members in the beginning, today it has nearly 200 members. തുടക്കത്തിൽ യുണൈറ്റഡ് നേഷനില് 51 മെമ്പർ കൺട്രീസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോ 200ഓളം മെമ്പർ കൺട്രീസ് യുണൈറ്റഡ് നേഷനിൽ ഉണ്ട്. The headquarters of the UN is open to public every day of the year except 25th December and 1st January. ഡിസംബർ 25-നും ഡിസംബർ 25-നും ജനുവരി 1-നും ഒഴികെ എല്ലാ ദിവസവും, വർഷത്തിൽ എല്ലാ ദിവസവും യുണൈറ്റഡ് നേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പൊതുജനങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. The headquarters of the United Nations is located at New York in the United States of America. യുണൈറ്റഡ് നേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂയോർക്കിലാണ്. ന്യൂയോർക്ക് എവിടെയാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. അമേരിക്കയിലെ ന്യൂയോർക്ക് ആണ് യുണൈറ്റഡ് നേഷന്റെ ആസ്ഥാനം.
The headquarters of the UNO is located at New York in the United States of America. The headquarters of the UN is located at New York in the United States of America. അമേരിക്കയിലെ ന്യൂയോർക്കാണ് യുണൈറ്റഡ് നേഷന്റെ ആസ്ഥാനം. അപ്പൊ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലെ എക്സസൈസ് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സസൈസിൽ ഡിഫൈൻ പഠിച്ചായിരുന്നു. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനും നമ്മൾ പഠിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇന്ന് നമുക്ക് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് പഠിക്കാൻ പോകുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. How did the United Nations come into existence? How did the United Nations come into existence? എങ്ങനെയാണ് യുണൈറ്റഡ് നേഷൻ നിലവിൽ വന്നത്? എങ്ങനെയാണ്? After World War II, the leader of the world realized that war were not a solution to any problem. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എന്താണ് ലോക നേതാക്കളൊക്കെ തിരിച്ചറിഞ്ഞു, ഒരു പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമല്ല വാർ എന്ന് പറയുന്നത്, യുദ്ധം എന്ന് പറയുന്നത് ഒരു പ്രശ്നവും പരിഹരിക്കാനുള്ള ഒരു മാർഗമല്ലെന്ന സത്യം ലോക നേതാക്കളൊക്കെ രണ്ടാം ലോക മഹായുദ്ധാനന്തരം തിരിച്ചറിഞ്ഞു. They felt that an organization should be formed to stop such war in future. ഭാവിയിൽ ഇനിയൊരു യുദ്ധം ഉണ്ടാകാതിരിക്കാൻ ഒരു സംഘടന രൂപീകരിക്കണമെന്ന് ഈ നേതാക്കളൊക്കെ തന്നെ തീരുമാനിച്ചു. As a result, United Nations was formed. ഇതിന്റെ ഫലമായിട്ട് എന്താണ്? യുണൈറ്റഡ് നേഷൻ രൂപീകരിച്ചു. As a result, United Nations was formed. 24th October is celebrated as United Nations Day. അതിന്റെ ഫലമായിട്ട് യുണൈറ്റഡ് നേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടന രൂപീകരിക്കുകയും ഒക്ടോബർ 24 യുണൈറ്റഡ് നേഷൻ ഡേ ആയിട്ട് ഐക്യരാഷ്ട്ര സഭാ ദിനമായിട്ട് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്തു. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ആർ ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ്? എന്താണ് വാട്ട് ആർ ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ്? ഐക്യരാഷ്ട്ര സഭയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? The major objectives of the United Nations were. എന്തൊക്കെയാണ് യുണൈറ്റഡ് നേഷന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്? ഫസ്റ്റ് വൺ എന്താണ്? To maintain international peace and security. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തുക. സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ. To promote friendly relationship and cooperation among the nations of the world. ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു സൗഹൃദ ബന്ധവും സഹകരണവും പ്രൊമോട്ട് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. ടു സോൾവ് സോഷ്യൽ, എക്കണോമിക്, കൾച്ചറൽ ആൻഡ് ഹ്യൂമൻ പ്രോബ്ലംസ്. എന്താണ്? സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികമായിട്ട് മനുഷ്യൻ അനുഭവിക്കുന്ന പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. ടു പ്രൊട്ടക്ട് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ബേസിക് ഫ്രീഡം ഓൾ ഓവർ ദി വേൾഡ്. ലോകമെമ്പാടും ബേസിക് ആയിട്ടുള്ള ഫ്രീഡവും അതുപോലെ ഹ്യൂമൻ റൈറ്റ്സും പ്രൊട്ടക്ട് ചെയ്യുക. അടുത്ത പോയിന്റ് നോക്കിക്കേ. ടു സോൾവ് പ്രോബ്ലം ബേസ്ഡ് ഓൺ റേസ്, റിലീജിയൻ, കാസ്റ്റ്, ലാംഗ്വേജ് ആൻഡ് സെക്സ് എമംഗ് ദി പീപ്പിൾ. ജനങ്ങൾക്കിടയിലുള്ള ജാതിയുടെയും മതത്തിന്റെയും അതുപോലെ ലിംഗത്തിന്റെയും ഭാഷയുടെ ഒക്കെ പേരിലുള്ള എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഡിസ്ക്രൈബ് ദ UN ഫ്ലാഗ്. അതാണ് ഡിസ്ക്രൈബ് ദി UN ഫ്ലാഗ്. ഐക്യരാഷ്ട്ര സഭയുടെ യുണൈറ്റഡ് നേഷന്റെ ഫ്ലാഗിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? എങ്ങനെയാണ് യുണൈറ്റഡ് നേഷന്റെ ഫ്ലാഗ്? ദ യുണൈറ്റഡ് നേഷൻ ഹാസ് ഇറ്റ്സ് ഓൺ ഫ്ലാഗ്. യുണൈറ്റഡ് നേഷന് സ്വന്തമായിട്ട് പതാക ഉണ്ടല്ലേ? It is blue with the UN emblem on it in white. There are two olive branches embracing the globe in the emblem. എന്താണ് യുണൈറ്റഡ് നേഷന്റെ പതാക എന്ന് പറയുന്നത്? നീല നിറത്തില് യുണൈറ്റഡ് നേഷന്റെ എന്താണ് എംബ്ലം, ഒരു വെള്ള നിറത്തില് രണ്ട് ഒലീവ് ബ്രാഞ്ചസ് ഉള്ള, ഭൂഗോളത്തെ ആലിംഗനം ചെയ്യുന്ന രീതിയിൽ രണ്ട് ഒലീവ് ബ്രാഞ്ചസ് ഉള്ള എന്താണ് ഒരു എംബ്ലമാണ് യുണൈറ്റഡ് നേഷന് ഉള്ളത്.
ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. On which day is the United Nations headquarters closed for public? On which day is the UN headquarters closed for public? പൊതുജനങ്ങൾക്ക് യുണൈറ്റഡ് നേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ക്ലോസ് ചെയ്തിരിക്കുന്ന ദിവസം ഏതാണ്? On 25th December and 1st January, the United Nations headquarters is closed for public. On 25th December and 1st January, the UN headquarters is closed for public. എന്നാണ് ഡിസംബർ 25-നും അതുപോലെ ജനുവരി 1-നും UN ഹെഡ്ക്വാർട്ടേഴ്സ് പൊതുജനങ്ങൾക്ക് ക്ലോസ് ചെയ്തിരിക്കും. എന്ന് വെച്ചാൽ ആ ദിവസങ്ങളിൽ, അതായത് ഡിസംബർ 25-നും അതുപോലെ ജനുവരി 1-നും പൊതുജനങ്ങൾക്ക് യുണൈറ്റഡ് നേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തുറന്നു കൊടുക്കില്ല. ഇനി നമുക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പഠിക്കാം. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് ദ സൂട്ടബിൾ വേർഡ് ഗിവൺ ബിലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ഡാഷ് റെവല്യൂഷൻ റിസൾട്ടഡ് ഇൻ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. എന്താണ് ആൻസർ? ഇൻഡസ്ട്രിയൽ. ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ റിസൾട്ടഡ് ഇൻ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. ഒരുപാട് ഉത്പാദനത്തിന് കാരണം എന്താണ്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ഡാഷ് dropped the atom bomb on Hiroshima and Nagasaki. The dash dropped the atom bomb on Hiroshima and Nagasaki. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിച്ചത് ആരാണ്? USA. ആരാണ്? USA, അമേരിക്കയാണല്ലേ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡാഷ് ഈസ് സെലിബ്രേറ്റഡ് ആസ് ദ യുണൈറ്റഡ് നേഷൻ ഡേ എവറി ഇയർ. എല്ലാ വർഷവും യുണൈറ്റഡ് നേഷൻ ഡേ ആയിട്ട്, ഐക്യരാഷ്ട്ര ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? 24th of October. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. There are nearly dash members of United Nation. യുണൈറ്റഡ് നേഷൻ ഇപ്പൊ എത്ര മെമ്പേഴ്സ് ആണുള്ളത്? 200. ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡാഷ് ഈസ് സെലിബ്രേറ്റഡ് ആസ് ദ ഹ്യൂമൻ റൈറ്റ്സ് ഡേ. എന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? 10th of December. ഡിസംബർ 10-നാണ് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. റൈറ്റ് T for true and F for false സ്റ്റേറ്റ്മെന്റ്. ഇനി നമുക്ക് ട്രൂ ഓർ ഫാൾസ് പഠിക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. World war started because of the greed of the industrialized nation to become richer. വ്യവസായിക മുൻപിലുള്ള രാജ്യങ്ങൾക്ക് എന്താണ് കൂടുതൽ സമ്പന്നം ആവാൻ വേണ്ടിയാണ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തത്. ട്രൂ ഓർ ഫാൾസോ? ട്രൂ. ശരിയാണല്ലേ. ട്രൂ ആണ്. അത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. The USA did not join the first world war. ട്രൂ ഓർ ഫാൾസോ? ഫാൾസ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. League of Nations was set up in 1920 to prevent future wars. True ആണോ ഫാൾസ് ആണോ? ട്രൂ. ഫോർത്ത് പോയിന്റ് നോക്കിക്കേ. India was the member of UN when it was formed. True or false? True. ഫിഫ്ത് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. The headquarters of UN is located at Washington DC in the USA. True or false? False. സിക്സ്ത് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. All people are equal before the law. നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. True or false? True. സെവൻത് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. In the beginning there were only 50 members in the United Nations. True or false? False. ഇനി നമുക്ക് മാച്ച് ദ ഫോളോയിങ് നോക്കാം. Treat your birthplace. എന്താണ്? 1919. എന്താണ് treat your birthplace? 1919. The UN Day. എന്താണ് UN Day? 24th October. The First World War. 1914, 1919. The Second World War. 1939 to 1945. The Human Rights Day. 10th of December. ഇനി നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പഠിക്കാം. നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The total number of members of the United Nations is. യുണൈറ്റഡ് നേഷനിലെ മൊത്തം അംഗസംഖ്യ എത്രയാണ്?
Nearly 200. അപ്പോൾ എത്രയാണ്? Nearly 200. Second question നോക്കിക്കേ. The first World War ended in. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച എന്നാണ്? 1919. 1919. Third question നോക്കിക്കേ. We celebrated October 24th as the UN Day. എന്താണ്? The UN Day. Fourth question നോക്കിക്കേ. The World War I broke out. ഒന്നാം ലോക മഹായുദ്ധം എന്നാണ് തുടങ്ങിയത്? 1914. 1914. Fifth question നോക്കിക്കേ. Hiroshima and Nagasaki are situated in Japan. Hiroshima and Nagasaki are situated in Japan. Sixth question നോക്കിക്കേ. The Treaty of Versailles was made in the year 1919. എന്നാണ് 1919. Seventh question നോക്കിക്കേ. The total number of soldiers who participated in World War I was. ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത മൊത്തം സോൾജേഴ്സിന്റെ എണ്ണം എത്രയാണ്? 65 മില്യൺ ആണ്. 65 മില്യൺ. ഇന്ന് പഠിപ്പിച്ച ഇത്രയും ക്വസ്റ്റ്യൻ ആൻസറിന്റെ നോട്ട് ടീച്ചർ ഈ വീഡിയോടൊപ്പം ചേർത്തിട്ടുണ്ട്. എല്ലാവരും ഈ നോട്ട്ബുക്ക് എഴുതി എടുത്തിട്ട് ടീച്ചറിന് സെൻഡ് ചെയ്തതാണ്. ഒപ്പം എല്ലാവരും പഠിച്ചത് വോയിസ് കിട്ടണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. Good morning dear students. ടീച്ചർ എടുക്കാനായിട്ട് പോകുന്നത് കമ്പ്യൂട്ടറിന്റെ 4ാമത്തെ ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേരെന്ന് പറഞ്ഞ എല്ലാവരും ചാപ്റ്റർ 4 വർക്കിംഗ് വിത്ത് MS PowerPoint 2010. നിങ്ങൾ പറഞ്ഞേ വർക്കിംഗ് വിത്ത് MS PowerPoint 2010 ആണ്. ഇതിനെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതായത് PowerPointലെ MS വർക്കിംഗ് വിത്ത് MS PowerPoint 2010 ആണ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് MS PowerPoint 2010 എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇൻട്രോ ഒന്ന് വായിക്കാം. ഓക്കെ, MS PowerPoint 2010 is presentation software. MS PowerPoint 2010 എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് അല്ലേ? നമ്മള് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. അപ്പൊ എങ്ങനെ പറയാം? MS PowerPoint 2010 is a presentation software. എന്താണ് അതിന്റെ അർത്ഥം? ഒരു അവതരണം അല്ലേ? അവതരിപ്പിക്കാനായിട്ടുള്ള അല്ലേ? അവതരണ സോഫ്റ്റ്വെയർ ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അപ്പൊ എങ്ങനെ പറയാം? MS PowerPoint 2010 is a presentation software. It is a part of Microsoft Office package. ഇതിന്റെ ഭാഗമാണ് ഈ MS PowerPoint 2010 എന്ന് പറയുന്നത്. ഏതിന്റെ ഭാഗമാണ്? അതായത് it is a part of Microsoft Office package അല്ലേ? Microsoft Office packageന്റെ ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് ഈ PowerPoint. MS PowerPoint 2010 എന്ന് പറയുന്നത്. അപ്പൊ MS PowerPoint 2010 എന്ന് പറയുന്നത് is a part of Microsoft Office package അല്ലേ? Microsoft Office packageന്റെ ഒരു പാർട്ട് ആണ് എന്ന് പറയുന്നത് ഈ MS PowerPoint 2010 എന്ന് പറയുന്നത്. It is used to create professional quality presentations. A presentation is a structured delivery of information അല്ലേ? അതായത് it is used to create professional quality presentation. ഇപ്പൊ നമ്മൾ പറഞ്ഞു MS PowerPoint 2010 എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു presentation software ആണ്. It is used to create a professional quality presentation. Professional quality presentation വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ന് പറയുന്നത് MS PowerPoint 2010 എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? അതെന്താണ്? ഒരു presentation software ആണ്. നമുക്ക് പറയാം it is used to create a professional അല്ലേ? എന്താണ്? പ്രൊഫഷണൽ ആയിട്ടുള്ള നിലവാരമുള്ള ഒരു
എന്താണ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണെന്ന് പറയുന്നത് MS 2010 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? MS PowerPoint 2010 കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? MS PowerPoint 2010 is a presentation software. അതെന്താണ്? ഒരു presentation software ആണ്. അത് ഏതിന്റെ ഭാഗമാണ് നമ്മൾ പറഞ്ഞു? It is a part of Microsoft Office package. എന്തിന്റെ ഭാഗമാണ്? മൈക്രോസോഫ്റ്റ് ഓഫീസിന്റെ ഓഫീസ് പാക്കേജിന്റെ ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് MS PowerPoint 2010 എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു എ പ്രസന്റേഷൻ ഈസ് എ അല്ലേ, അതിന്റെ അവതരണം അല്ലെങ്കിൽ അതിന്റെ വിവരണം പറയാം. പ്രസന്റേഷൻ ഈസ് എ സ്ട്രക്ചർഡ് ഡെലിവറി ഓഫ് ഇൻഫർമേഷൻ അല്ലേ, വിവരങ്ങളുടെ ഘടനാപരമായ വിതരണമാണ് അതിന്റെ അവതരണം അല്ലേ. അതിന്റെ അവതരണം എന്ന് പറയുന്നത് എന്താണ്? ആ വിവരങ്ങളുടെ ഘടനാപരമായ അവതരണമാണ് അതിന്റെ ആ ഒരു പ്രത്യേകത അല്ലെ. അതിന്റെ വിവരങ്ങളുടെ ഘടനാപരമായി അവതരിപ്പിക്കാനുള്ള ശൈലിയാണ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ പ്രൊഫഷണൽ ക്വാളിറ്റി ഓഫ് പ്രസന്റേഷൻ അല്ലെ. പ്രസന്റേഷന്റെ പ്രത്യേകത പ്രസന്റേഷൻ ഈസ് എ സ്ട്രക്ചർഡ് ഡെലിവറി ഓഫ് ഇൻഫർമേഷൻ. അതായത് അതിന്റെ ഘടനാപരമായി വിവരങ്ങളെ അതിന്റെ ഘടനാപരമായി അവതരിപ്പിക്കാനുള്ള ശൈലിയാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കി, it is a display of information along with the graphic animations and sound that is displayed together on the screen. അതായത് ഗ്രാഫിക് ആനിമേഷൻ ശബ്ദങ്ങൾ എന്നിവയ്ക്കൊപ്പം സ്ക്രീനിൽ ഒരുമിച്ച് പ്രദർശിപ്പിക്കുന്ന വിവരങ്ങളെയാണ് ചിട്ടയായിട്ട് നമുക്ക് ഇതിനെ അവതരിപ്പിക്കാനായിട്ട് ഈ പ്രസന്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു. എങ്ങനെയാണ്? വളരെ എന്താണ് നമ്മൾ പറഞ്ഞു, വളരെ പ്രൊഫഷണൽ ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് MS PowerPoint 2010 എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അതിന്റെ പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഗ്രാഫിക് ആനിമേഷൻ ഗ്രാഫിക് ആനിമേഷൻ ശബ്ദം എന്നിവയ്ക്കൊപ്പം എന്താണ് അതിന് പ്രസന്റ് ചെയ്യാനായിട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് അതിന്റെ ആനിമേഷൻ ആണെങ്കിലും അതിന്റെ ശബ്ദങ്ങളെല്ലാം ഘടനാപരമായിട്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം അതിനെ പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് ഡിസ്പ്ലേ ഓഫ് ഇൻഫർമേഷൻ along with the graphics, animations and sounds that it is displayed together on the screen. അതായത് ഗ്രാഫിക് ആനിമേഷൻ ശബ്ദം എന്നിവയ്ക്കൊപ്പം എന്താണ് സ്ക്രീനിൽ ഒരുമിച്ച് നമുക്ക് എന്താണ് പ്രദർശിപ്പിക്കുന്ന വിവരങ്ങളെ എന്താണ് ചിട്ടയായിട്ട് നമുക്ക് ഘടനാപരമായിട്ട് ചിട്ടയായിട്ട് നമുക്കതിനെ അനിമേഷനോട് കൂടി ശബ്ദങ്ങളോട് കൂടിയിട്ട് നമുക്ക് അതിനെ പ്രദർശിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് നോക്കി, എ പ്രസന്റേഷൻ ഈസ് എ മെത്തേഡ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. പ്രസന്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതെന്ന് പറയുന്നത് ഒരു എഫക്റ്റീവ് മെത്തേഡാണ്. കമ്മ്യൂണിക്കേഷന്റെ ഒരു എഫക്റ്റീവ് മെത്തേഡാണ് പ്രസന്റേഷൻ അല്ലേ. നമ്മളെന്താണ് ഒരു വിവരം മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് അല്ലേ. അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞു കൊടുക്കുക അല്ലെ, അറിയിക്കുന്നത് നമ്മൾ എന്താണ് പ്രസന്റേഷൻ. നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ അത് പ്രസന്റേഷനിലൂടെ കാണിക്കാൻ നമുക്ക് എന്ത് ചെയ്യും? അത് കൂടുതൽ വളരെ പെട്ടെന്ന് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് പറയാനായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഒരാളൊരു കാര്യത്തെ കുറിച്ച് നമ്മളോട് പറയുന്നു അല്ലേ, അത് നമുക്ക് വിഷ്വലായിട്ട് നമ്മൾ കാണിച്ചു തരികയാണ് അല്ലേ. കാണിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും? അത് ഇത്തിരി കൂടെ നമുക്ക് എന്ത് ചെയ്യും? പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് അല്ലെങ്കിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതാണ് പറഞ്ഞത് എ പ്രസന്റേഷൻ ഈസ് എ മെത്തേഡ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന്റെ ഒരു എഫക്റ്റീവ് മെത്തേഡ് ആണെന്ന് പറയുന്നത് ഈ പ്രസന്റേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലേ, തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് നമ്മൾ സംസാരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. അതുപോലെ നമ്മൾ സംസാരത്തിലൂടെ നമ്മൾ പ്രസന്റേഷനിലൂടെ കാണിക്കുന്നത് എന്താണ്? മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കുക, ഒരു കാര്യം മറ്റുള്ളവർക്ക് എത്തിക്കുകയാണ്. അതും എന്താണ്? ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ. അപ്പൊ എന്താണ് അത് ഈ പ്രസന്റേഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് എന്ന് പറയുന്നത് ഈ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. അതാ പറയുന്നത് പ്രസന്റേഷൻ ഈസ് എ മെത്തേഡ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. Teachers, professors, students, business persons and sales representatives make a presentation to express their concept to their viewers. അല്ലേ, ഇപ്പൊ നമ്മൾ സ്റ്റുഡൻസ് ആവട്ടെ, ടീച്ചേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ പ്രൊഫസേഴ്സ് അല്ലേ, അല്ലെങ്കിൽ ബിസിനസ്മാൻ അല്ലെങ്കിൽ എന്താണ് അവർക്ക് എന്താണ് അവരുടെ കാര്യങ്ങൾ അവരുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണെങ്കിൽ അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാകാനായിട്ട് അല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ എന്താണ് മറ്റുള്ളവർക്ക് എഫക്റ്റീവായിട്ട് അവർക്കത് മനസ്സിലാക്കാനായിട്ട് എന്ത് ഉപയോഗിക്കാം? നമുക്ക് ഈ
പ്രസന്റേഷൻ രീതി നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഈ പ്രസന്റേഷൻ രീതിയിൽ വളരെ എന്താണ് പ്രൊഫഷണൽ ക്വാളിറ്റിയോട് കൂടിയിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ന് പറയുന്നത് MS PowerPoint 2010 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? It is used to create a professional quality presentation. എന്താണ് ഇത്? നമുക്ക് എന്താണ് വളരെ ക്വാളിറ്റിയോട് കൂടിയിട്ട് അല്ലേ, വളരെ പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് അതിനെ പ്രസന്റ് ചെയ്യാനായിട്ട്, വളരെ പ്രൊഫഷണൽ ആയിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് അതിനെ പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ പറയാം, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ പ്രൊഫഷണൽ ക്വാളിറ്റി പ്രസന്റേഷൻ നൽകാനായിട്ട് സഹായിക്കുക. അപ്പൊ നമുക്ക് എന്താണ് MS PowerPoint 2010 എന്ന് മനസ്സിലായോ? അതായത് ഈ PowerPoint 2010 is a presentation software ആണ്. It is a part of Microsoft Office package. It is used to create a professional quality of presentation. A presentation is a structured delivery of information. It is a systematic display of information along with the graphic animations and the sounds that displayed together on the screen. A presentation is a method of effective communication. Teachers, professors, students, businessmen, persons and sales representative make a presentation to express their concept to the viewers. അല്ലേ? എന്താണ് ഇപ്പം കച്ചവടക്കാരിലെ സെയിൽസ്മാൻസിലെ സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ എന്താണ് അവരുടെ പ്രോഡക്റ്റ് വിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ കുറിച്ച് അവർക്ക് എന്ത് ചെയ്യണം? മറ്റുള്ളവരുടെ ആ ഒരു ഇൻഫർമേഷൻ അതെന്ത് ചെയ്യണം? അത് എത്തിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ആ ബിസിനസ് നടക്കുകയുള്ളൂ അല്ലേ? അപ്പൊ എന്താണ് ആ പ്രോഡക്റ്റിനെ കുറിച്ച് വിഷ്വലായിട്ട് അല്ലേ വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് പ്രസന്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, നമ്മൾ പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് മൈക്രോസോഫ്റ്റ് PowerPoint 2010 അല്ലേ? എങ്ങനെയാണ് നമ്മൾ മൈക്രോസോഫ്റ്റ് PowerPoint 2010 നമ്മൾ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. സ്റ്റാർട്ടിംഗ് മൈക്രോസോഫ്റ്റ് PowerPoint 2010 നമ്മൾ the open MS PowerPoint application follow the below steps. Start all programs. പിന്നെ നമുക്ക് എന്ത് ചെയ്യും? ഒരു മെനു കാണും. all programs നമ്മൾ എന്ത് ചെയ്യുക? മൈക്രോസോഫ്റ്റ് ഓഫീസ് എടുക്കുക. ആ മൈക്രോസോഫ്റ്റ് ഓഫീസിൽ നിന്ന് എന്ത് ചെയ്യുക? മൈക്രോസോഫ്റ്റ് ഓഫീസ് PowerPoint 2010 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ആദ്യം സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ പ്രോഗ്രാംസിൽ എന്ത് ചെയ്യാം? മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. മൈക്രോസോഫ്റ്റ് ഓഫീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് കാണിക്കും? അതിന് വീണ്ടും മെനു കാണിക്കും. അതിലെന്ത് ചെയ്യാം? മൈക്രോസോഫ്റ്റ് ഓഫീസ് PowerPoint 2010 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഒരു പിക്ചർ അവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ്? മൈക്രോസോഫ്റ്റ് ഓഫീസ് 2010 ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അവിടെ നോക്കേ ആ സൈഡിലായിട്ടുണ്ടോ പി പോലെ കാണുന്നുണ്ടോ? അതാണ് മൈക്രോസോഫ്റ്റ് PowerPoint 2010 എന്ന് പറയുന്നത്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? മൈക്രോസോഫ്റ്റ് ഓഫീസ് PowerPoint 2010 നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ നമുക്ക് വിശദമായിട്ടത് അതിനകത്ത് എന്തൊക്കെ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അത് നോക്കിയേ PowerPoint Solids. എന്താണ്? PowerPoint Solids ആണ് പറയാനായിട്ട് പോകുന്നത്. A slide is a single page of information, single page of presentation. സ്ലൈഡ് എന്ന് പറയുന്നത് ഒരു അവതരണത്തിന്റെ ഒരു ഭാഗമാണ് സ്ലൈഡ് എന്ന് പറയുന്നത്. നമ്മൾ സ്ലൈഡ് എന്ന് പറയുന്നത് ഒരു അവതരണത്തിന്റെ ഒരു ഭാഗങ്ങളെയാണ് സ്ലൈഡ് എന്ന് പറയുന്നത്. സ്ലൈഡ് ഈസ് എ സിംഗിൾ പേജ് ഓഫ് പ്രസന്റേഷൻ. എന്താണ് സ്ലൈഡ് എന്ന് പറയുന്നത്? എ സ്ലൈഡ് ഈസ് എ സിംഗിൾ പേജ് ഓഫ് പ്രസന്റേഷൻ. പ്രസന്റേഷന്റെ ഒരു സിംഗിൾ പേജിനെയാണ് സ്ലൈഡ് എന്ന് പറയുന്നത്. എ പ്രസന്റേഷൻ കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് സ്ലൈഡ്സ് അല്ലേ? ഒരു പ്രസന്റേഷൻ എന്ത് കാണാൻ സാധിക്കും? നമുക്ക് നമ്പർ ഓഫ് സ്ലൈഡ്സ് അല്ലേ? ഒരുപാട് പേജുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു പേജിലാണോ കാണപ്പെടുന്നത്? അല്ല, നമ്പർ ഓഫ് പേജിൽ ഒരുപാട് പേജുകൾ ചേരുന്നതായിരിക്കും. അല്ലെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? പ്രസന്റേഷൻ. ഒരുപാട് സ്ലൈഡ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. These slides are grouped together in a sequence to from slideshow. അല്ലേ? അതെന്ത് ചെയ്യുന്നു? ഈ സ്ലൈഡ്സിനെ നമുക്ക് എന്ത് ചെയ്യും? വീഡിയോ രീതിയിൽ അതിനെ രൂപീകരിക്കാനായിട്ട് സാധിക്കും അല്ലേ? സ്ലൈഡ് ഷോയിലൂടെ നമുക്ക് വീഡിയോ രീതിയിൽ രൂപീകരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ സ്ലൈഡുകൾ നമ്മൾ ഒരു വീഡിയോ രൂപത്തിൽ ചിത്രീകരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെന്ത് ചെയ്യുന്നു? ഒരു ശ്രേണിയിൽ അതിനെ ഒന്നിച്ച്
ഒന്നിച്ച് കൂട്ടിയിരിക്കുന്നത് അല്ലേ. അതിനെന്ത് ചെയ്യുന്ന ഒരു ശ്രേണിയിൽ അതിനെ ഒന്നിച്ച് അതിനൊരു സ്ലൈഡ് ഷോ പോലെ നമുക്ക് കാണിക്കുന്നത് അതിന് ഓർഡർ ആയിട്ട് നമ്മൾ ഓരോ പേജുകളായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണം പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്ത നോക്കിയേ, സ്ലൈഡ് ഷോ ഈസ് ആൻ ഇലക്ട്രോണിക് പ്രസന്റേഷൻ ഡിസ്പ്ലേഡ് ഓൺ എ കമ്പ്യൂട്ടർ. സ്ലൈഡ് ഷോ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്ന ഒരു ഇലക്ട്രോണിക് അവതരണത്തെയാണ് എന്തെന്ന് പറയുന്നത് ഈ സ്ലൈഡ് ഷോ എന്ന് പറയുന്നത്. അപ്പൊ സ്ലൈഡ് ഷോ എന്ന് വെച്ചാൽ എന്താണ്? സ്ലൈഡ് ഷോ ഈസ് ആൻ ഇലക്ട്രോണിക് പ്രസന്റേഷൻ. ഒരു പ്രസന്റേഷൻ ആണ് ഈ സ്ലൈഡ് ഷോ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത പ്രസന്റേഷൻ ഇങ്ങനെ കാണിക്കുക അല്ലേ, അതിന്റെ ഒരു ശ്രേണി പോലെ ഇങ്ങനെ കാണിക്കുക. അപ്പൊ അങ്ങനെ പറയാം, സ്ലൈഡ് ഷോ ഈസ് ആൻ ഇലക്ട്രോണിക് പ്രസന്റേഷൻ ഡിസ്പ്ലേഡ് ഓൺ എ കമ്പ്യൂട്ടർ സ്ക്രീൻ. കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു ഡിസ്പ്ലേ അല്ലേ, കാണിക്കുന്ന എന്താണ് ഒരു പ്രസന്റേഷൻ ആണെന്ന് പറയുന്നത് സ്ലൈഡ് ഷോ എന്ന് പറയാം. സ്ലൈഡ് ഷോ ഈസ് ആൻ ഇലക്ട്രോണിക് പ്രസന്റേഷൻ ഡിസ്പ്ലേഡ് ഓൺ എ കമ്പ്യൂട്ടർ. അപ്പൊ എന്താണ് പവർ പോയിന്റ് സോൾഡ്സ് എന്നുള്ളത് മനസ്സിലായല്ലോ. സോളിഡ് എന്ന് വെച്ചാൽ എന്താണ്? പേജ്. ഓരോ പേജുകളെയാണെന്ന് പറയുന്നത് സ്ലൈഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കി, പവർ പോയിന്റ് വിൻഡോസ് സ്ക്രീൻസ് എലമെന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. The PowerPoint screens has a many elements. ആ PowerPoint സ്ക്രീനിൽ the PowerPoint screen has a many elements. ധാരാളം എലമെന്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ഓരോ നമ്മുടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നോക്കി, ഇതെന്താണ്? ടൈറ്റിൽ ബാർ, ഇതെന്താണ്? ടൂൾ ബാർ. നെക്സ്റ്റ് എന്താണ്? സ്ലൈഡ്സ് ആൻഡ് ഔട്ട്ലൈൻസ് ടാബ്സ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കി, നോട്ട്സ് പാൻ. എന്താണ്? ഇതെന്താണ്? നോട്ട്സ് പാൻ. എന്താണ്? നോട്ട്സ് പാൻ ആണ്. അപ്പൊ ഇതെന്താണ്? PowerPoint വിൻഡോസ് സ്ക്രീൻസ് എലമെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ എലമെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്? മെനു ബാർ, ടൈറ്റിൽ ബാർ, ടൂൾ ബാർ, സ്ലൈഡ്സ് ആൻഡ് ഔട്ട്ലൈൻ ടാബ്സ്, വർക്ക് ഏരിയാസ്, നോട്ട് പാഡ് എക്സെട്ര. ഓക്കെ, അപ്പൊ കുറച്ച് എലമെന്റ്സ് ആണ് PowerPoint വിൻഡോസിലെ കുറച്ച് എലമെന്റ്സ് ആണ് കൊടുക്കുന്നത്. എന്തൊക്കെ എലമെന്റ്സ് ആണെന്നുള്ളത് ആ പിക്ചർ നോക്കി മനസ്സിലാക്കുക. എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? The PowerPoint screen has a many elements such as menu bar, title bar, toolbar, slides and outline tabs, works areas, notes pad, etc. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ ഒന്ന് മനസ്സിലാക്കുക. എന്താണ് MS PowerPoint 2010 എന്നുള്ള ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. നോക്കി ഒന്ന് വായിക്കാം. The MS PowerPoint 2010 is a presentation software. It is a part of Microsoft Office package. It is used to create a professional quality of presentation. A presentation is a structuring delivery of information. It is a systematic display of information along with the graphic, animation and the sounds that displayed together on the screen. A presentation is a method of effective communication. Teachers, professors, students, business persons and sales representatives make a presentation to express their concept to their viewers. പിന്നെ നമ്മൾ എങ്ങനെയാണ് അത് സ്റ്റാർട്ടിങ് മൈക്രോസോഫ്റ്റ് പവർപോയിന്റ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞേ. സ്റ്റാർട്ട് ഓൾ പ്രോഗ്രാംസിൽ നിന്ന് എന്ത് ചെയ്യുക? മൈക്രോസോഫ്റ്റ് ഓഫീസ് എടുക്കുക. മൈക്രോസോഫ്റ്റ് ഓഫീസിൽ നിന്ന് എടുക്കുക മൈക്രോസോഫ്റ്റ് ഓഫീസ് പവർപോയിന്റ് 2010 എന്നുള്ളത് എടുക്കുക. അവിടെ പി എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. PowerPoint 10 എന്നുള്ളത് പി എന്നത് സിമ്പിൾ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ സ്ലൈഡ്സ് എന്താണെന്ന് പഠിച്ചു അല്ലേ. സ്ലൈഡ്സിൽ നിന്ന് എന്താണ്? സ്ലൈഡ് ഈസ് എ സിംഗിൾ പേജ് ഓഫ് പ്രസന്റേഷൻ്റെ ഒരു സിംഗിൾ പേജിനാണ് സ്ലൈഡ് എന്ന് പറയുന്നത്. എ പ്രസന്റേഷൻ കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് സ്ലൈഡ്സ്. ദീസ് സ്ലൈഡ്സ് ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ ഇൻ എ ഫ്രം സ്ലൈഡ് ഷോ അല്ലേ. എ സ്ലൈഡ് ഷോ ഈസ് ആൻ ഇലക്ട്രോണിക് പ്രസന്റേഷൻ ഡിസ്പ്ലേഡ് ഓൺ എ കമ്പ്യൂട്ടർ. എന്താണ് പറയുന്നത്? സ്ലൈഡ് ഷോ എന്ന് പറയുന്നത് സ്ലൈഡ് ഷോ ഈസ് ആൻ ഇലക്ട്രോണിക് പ്രസന്റേഷൻ ആണ്. കമ്പ്യൂട്ടറിൽ കാണിക്കുന്ന പ്രസന്റേഷൻ ആണ് സ്ലൈഡ് ഷോ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ സ്ലൈഡ് ഷോ ഈസ് ആൻ ഇലക്ട്രോണിക് പ്രസന്റേഷൻ ഡിസ്പ്ലേഡ് ഓൺ എ കമ്പ്യൂട്ടർ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു PowerPointന്റെ വിൻഡോസിൽ കാണപ്പെടുന്ന ചില എന്താണ് എലമെന്റ്സ് ആണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? ഏതൊക്കെ എലമെന്റ്സ് ആണ് നമ്മൾ പരിചയപ്പെട്ടത്? മെനു ബാർ, ടൈറ്റിൽ ബാർ. പിക്ചർ നോക്കിയാൽ ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. മെനു ബാർ, ടൈറ്റിൽ ബാർ, ടൂൾ ബാർ, സ്ലൈഡ്സ് ആൻഡ് ഔട്ട്ലൈൻ ടാബ്സ്, വർക്ക്സ് ഏരിയാസ്, നോട്ട്സ് പാഡ് എക്സെട്ര. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് വർക്ക് ഏരിയ കൂടെ കാണിച്ചിരുന്നുണ്ടോ? വർക്ക് ഏരിയ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു സ്ക്രീൻ ഈ ഒരു വൈറ്റ് ആയിട്ട് കാണുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ടെക്സ്റ്റ് നന്നായിട്ട് ഇവിടം വരെ ഒന്ന് വായിക്കാം. ഒന്നുകൂടെ വായിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് മൈക്രോസോഫ്റ്റ് MS PowerPoint 2010 എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ.
എന്താണ് ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണെന്ന് പറയുന്നത് MS PowerPoint 2010 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് ടെക്സ്റ്റ് റീഡ് ചെയ്യാം. താങ്ക് യു.